ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ബ്രൗണിയും കുക്കിയും എല്ലാം കൂടി ചേർന്നൊരു ബ്രൂക്കി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു കേക്കാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്ന് 2-3 ദിവസമായിട്ടോ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ്, വീഡിയോ ഫുള്ള് കാണുക കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുത്ത ശേഷം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്പീഡ് കുറച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിത് ഓവണും ബീറ്ററും ഒന്നും ഇല്ലാതെ നമ്മൾ മിക്സിയിൽ തന്നെയാണ് ഈ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഞാനിപ്പോൾ അരച്ചെടുത്ത ബാറ്റർ നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദ മാവ് ചേർത്ത് കൊടുക്കാം. അടുത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചൂട് പാലും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മളിത് അധികം ലൂസായിട്ടല്ല ചെയ്യുന്നത്, നമ്മൾ ഈ ബ്രൗണിയൊക്കെ ചെയ്യുന്നില്ലേ അതേപോലെ നല്ല കട്ടിയായിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നത്. ഇതേപോലെ ഇരിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചോക്കോ ചിപ്സാണ്. അപ്പോൾ ഞാൻ ഇവിടെ 1/4 കപ്പ് അളവിൽ ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചോക്കോ ചിപ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക നല്ലതായിട്ട്. ഇനി നമ്മളിത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് 6 ഇഞ്ചിൻ്റെ ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനവിടെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ കേക്ക് ടിൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്ത്, ഇത് ഇത്തിരി കട്ടിയാണല്ലോ, അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഒന്ന് ആ ബാറ്റർ ഒന്ന് എത്തിച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് പതുക്കെ ഒരു സ്പൂണോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പതുക്കെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് എത്തിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ പതുക്കെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഈ ബ്രൗണിയൊക്കെ ഇരിക്കുന്ന ഇത്തിരി കട്ടിക്കാണല്ലോ നമ്മൾ ചെയ്യുന്നത്, അതേപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ബ്രൗണിയും കുക്കീസും എല്ലാം കൂടി ചേർന്ന ഒരു നല്ലൊരു അടിപൊളി ഐറ്റമാണ്. ഇനി നമുക്ക് അതേ മിക്സിയുടെ ജാർ നല്ലതുപോലെ കഴുകി തുടച്ച ശേഷം നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നേരത്തെ നമ്മൾ കേക്കിന് എങ്ങനെയാണ് ചെയ്തത് അതേപോലെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ഒന്ന് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്ത ശേഷം 1/2 കപ്പ് അളവിൽ മൈദ മാവും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചൂട് പാല് ചേർത്ത് കൊടുക്കണം. പക്ഷേ എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി, ഞാൻ ചേർത്ത പാൽ ഇത്തിരി കൂടിപ്പോയി കേട്ടോ. നമ്മൾ അധികം ലൂസാവാൻ പാടില്ല, നല്ല കട്ടിക്ക് നമ്മൾ ബ്രൗണിയൊക്കെ തയ്യാറാക്കുന്ന പോലെ നല്ല കട്ടിക്ക് വേണം തയ്യാറാക്കാൻ. അപ്പം ഞാൻ ഇവിടെ ചൂട് പാലും കൂടി ചേർത്താണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. കുറച്ച് പാല് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ, പാല് കൂടി പോകാൻ പാടില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോക്കോ ചിപ്സാണ് കേട്ടോ. അത് അതേപോലെ തന്നെ 1/4 കപ്പ് അളവിൽ ചോക്കോ ചിപ്സ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് ഉണ്ടാക്കി പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ട് ചെയ്യുക കേട്ടോ. കണ്ടോന്നെങ്കിൽ ഞാൻ ഇത്തിരി ചെറുതായിട്ട് പാല് ഒഴിച്ചത് കൂടിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുക. നമ്മൾ ഈ കുക്കീസൊക്കെ തയ്യാറാക്കുന്ന പോലെ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചോക്കോ ബ്രൗണിയിലേക്ക് നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് തവിയിൽ കോരിയാണ് നമ്മൾ ഓരോ ഭാഗത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ കട്ടിക്ക് ചെയ്യുമ്പോൾ നമുക്കത് എടുത്ത് വെച്ചിരുന്ന അതേപോലെ ഇരിക്കട്ടെ. ഇത് പിന്നെ നമുക്കത് ഒഴിക്കുമ്പോൾ തന്നെ അതെല്ലാ ഭാഗത്തേക്ക് ആയി പോവുകയാണ്.
അപ്പം ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ചൂടായി കിടക്കുന്ന അലുമിനിയം പാത്രത്തിൽ വെച്ച് ഒരു 35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ പാത്രം നേരത്തെ ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തതാണ്. അത് 35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബ്രോക്കിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിപ്പോൾ ചൂടാറിയിട്ടില്ല, നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ചൂടാറിയ ശേഷം മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ക്ഷമയില്ലാത്തത് കൊണ്ട്, കുഞ്ഞു മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ക്ഷമയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ചോക്ലേറ്റൊക്കെ നല്ല മെൽറ്റായിരിപ്പുണ്ട്. അപ്പോൾ ഞാനതവിടെ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മെൽറ്റായി ചോക്ലേറ്റൊക്കെ ഇരിപ്പുണ്ട്. നല്ല ചൂടായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കേക്ക് ഉണ്ടാക്കി പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർ ഞാനിടുന്ന വീഡിയോസൊക്കെ ഫുള്ള് കണ്ട് എല്ലാവരും ചെയ്ത് പഠിക്കട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് കേൾക്കാവുന്നതാണ്. അപ്പോൾ ഞാനതാ ഇവിടെ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോവല്ലേ.